തൃശൂർ പൂരം പൊലിമയോടെയും പ്രൗഢിയോടെയും സുരക്ഷിതമായും നടത്താൻ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും തൃശൂർ കോർപ്പറേഷനും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും സമയക്രമം നിശ്ചയിച്ച് ആസൂത്രണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം 2025 മെയ് മാസം 6 നടക്കുകയാണ്. 4-ാം തീയതിയാണ് സാമ്പിൾ വെടിക്കെട്ടും അതിനനുബന്ധമായ ചടങ്ങുകൾ. പൂരം ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കാലേകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റും കൊച്ചിൻ ദേവസ്വം ബോർഡും കോർപ്പറേഷനും ജില്ലയിലെ ജനപ്രതിനിധികളും എല്ലാം കൂടിച്ചേർന്നുള്ള ആലോചനാ യോഗങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് തന്നെ ആദ്യം ഞങ്ങൾ തുടങ്ങിയിരുന്നു. രണ്ടാമത്തെ മീറ്റിംഗ് ജില്ലയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ കോർപ്പറേഷനും ദേവസ്വം ഭാരവാഹികളും ദേവസ്വം ബോർഡും ജില്ലയിലെ ജനപ്രതിനിധികളും എല്ലാം കൂടിച്ചേർന്ന് നടക്കുകയാണ്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു പുതിയ ഉത്തരവിറങ്ങി നിങ്ങൾക്കെല്ലാം അറിയാം. അകലത്തിൻ്റെ പ്രശ്നങ്ങൾ. ആ വിഷയം തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കത്തയച്ചിരുന്നു, ഞാൻ കത്തയച്ചിരുന്നു. ഇതുകൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എനിക്ക് കിട്ടിയ മറുപടി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൻ്റെതാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു കമ്മീഷനെ വെച്ച് പൊതുവിൽ പരിശോധിച്ച് ഇറക്കിയ ഉത്തരവാണ് എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി വന്നത്. ചുമതലകൾക്ക് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ നിയമിക്കും. കഴിഞ്ഞ വർഷം പരിചയസമ്പന്നരല്ലാത്തവരെ നിയമിച്ചുവെന്ന ആരോപണമുണ്ടായിരുന്നു. പൂരം പ്രദർശനത്തിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് തസ്തിക നിലനിർത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കാൻ കൊച്ചി ദേവസ്വം കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പൂരത്തിന് മുന്നോടിയായി നഗരത്തിലെയും പൂരപ്പറമ്പിലെയും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെല്ലാം CCTV ക്യാമറകൾ സ്ഥാപിക്കും. പൂരപ്പറമ്പിനടുത്തും ചുറ്റിലുമായുള്ള കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് നേരത്തെ പരിശോധിക്കും. രാത്രി പൂരത്തിന്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കുറവ് വരുത്താത്ത രീതിയിൽ സംവിധാനം ഒരുക്കും. സുരക്ഷ മുൻനിർത്തി വെടിക്കെട്ടിനെ മുന്നോടിയായി ആളുകളെ നിയന്ത്രിക്കുന്നതിനാണ് മുൻഗണനയെന്നും മന്ത്രി രാജൻ കൂട്ടിച്ചേർത്തു. മന്ത്രി ആർ ബിന്ദു, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ, ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അതിനിടെ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തൃശൂർ പൂരം വെടിക്കെട്ട് സംബന്ധിച്ച ആശങ്ക തീർക്കാൻ ഈ മാസാവസാനം പ്രത്യേക യോഗം വിളിക്കാനും തീരുമാനമായി. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിനെ തുടർന്നുള്ള അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. മാനദണ്ഡങ്ങൾ പിൻവലിച്ച് അവസരം തരണമെന്ന് യോഗത്തിൽ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടു. പൂരം വെടിക്കെട്ടാണ് പ്രധാന ആശങ്കയെന്ന് മന്ത്രി K. രാജനും പറഞ്ഞു. പെസോ നിയമങ്ങളിൽ ഇളവൊന്നും നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെ സുരക്ഷിതമായി വെടിക്കെട്ട് നടത്താമെന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. തുടർന്നാണ് പെസോയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഈ മാസാവസാനം പ്രത്യേക കൂടിക്കാഴ്ച നടത്താൻ തീരുമാനമായത്. യോഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കെടുത്തിരുന്നു.